ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഫെയർവെൽ ആയിരുന്നു. ഞങ്ങളുടെ ജൂനിയേഴ്സ് ഞങ്ങൾ സീനിയേഴ്സിന് വേണ്ടിയിട്ട് ഫെയർവെൽ പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം ഞാൻ സാരിയൊക്കെ എടുത്ത് റെഡിയായി, പിന്നെ മുടിയൊക്കെ കെട്ടി. മുടി ഇത്തവണ വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല, പെട്ടെന്ന് കെട്ടാൻ കഴിഞ്ഞു. അപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ കോളേജിലോട്ട് ഇറങ്ങി. പിന്നെ നേരെ കോളേജിലെത്തിയിട്ടായിരുന്നു പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിട്ടുള്ളത്. ഹായ് ഗൈസ്, അപ്പം നമുക്കിന്ന് നമുക്കിന്ന് ഫെയർവെൽ ആണ്. നമ്മളെല്ലാവരും നല്ല ഡ്രസ്സ് സാരിയെല്ലാം ഇട്ടിച്ച് കുറച്ച് പേര്, പിന്നെ കുറച്ച് പേര് ചുരിദാർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫോട്ടോ എടുക്കണം, എനിക്ക് കാണിച്ചു തരാം. അനാമി, എല്ലാരും ഹായ് പറയൂ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ക്ലാസ്സിലോട്ട് പോയി. എന്നിട്ട് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് വിശ്രമിച്ച്. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്ക് ഫുഡ് ഉണ്ടായിരുന്നു, ബിരിയാണി ആയിരുന്നേ. അപ്പോൾ ഞങ്ങളെ ജൂനിയേഴ്സ് വന്ന് വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ബിരിയാണി കഴിക്കാൻ പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ക്ലാസ്സിലോട്ട് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾക്ക് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. ബോർഡിൽ അവരിങ്ങനെ ഫെയർവെൽ എന്നൊക്കെ എഴുതി, പിന്നെ ചെറിയൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഒത്തിരി ഫോട്ടോസും ബലൂണും ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യം തന്നെ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി. ഓരോരുത്തരെ കണ്ടപ്പോൾ എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുത്തു, ഇതാ നീ ഇവിടെ, നീ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒഫീഷ്യലി ആയിട്ടുള്ളൊരു ചെറിയൊരു ഇനോഗ്രേഷൻ സാറും മിസ്സൊക്കെ വന്നിട്ട് കുറച്ച് വാക്കുകൾ സംസാരിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം കുറച്ച് ചെറിയ മോട്ടിവേഷൻ പോലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂനിയേഴ്സ് കുറേ ടാസ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഡെയർ ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഡെയർ കിട്ടിയവർക്ക് എത്ര രസമുണ്ടെന്ന് അറിയില്ല, ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു കാണാനും കണ്ടിരിക്കാനും ഒക്കെ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നത്തെ ഫോക്ക് ഡാൻസ് എങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് ഫ്രണ്ട്സൊക്കെ കൂടെ അവർ 3 പേര് നിന്ന് ഒരു ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, ഒത്തിരി ചിരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെയർ ആയിട്ടല്ല, ഗെയിമായിട്ടാണ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയി. പുറകിൽ ബലൂൺ വെച്ചിട്ട് പൊട്ടിക്കലായിരുന്നു. ആദ്യം ഞങ്ങൾ 3 ടീമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ ബോയ്സും പിന്നെ ഞങ്ങൾ രണ്ടുപേരും എത്ര പൊട്ടിച്ചു എന്നുള്ളൊരു നിശ്ചയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് 2 ടീം വെച്ചിട്ട് ഒന്നുകൂടെ ചെയ്തു. അപ്പോൾ അതാണ് ഇത്. അതിനിടെ കുരുണ്ട് മറിഞ്ഞ് ഞാൻ താഴെ വീഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോൾ ഓരോരുത്തർ എക്സ്പീരിയൻസ് പറയാൻ വിളിച്ച കൂട്ടത്തിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജൂനിയറും സീനിയറും ഒക്കെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ അപ്പം അതിലേക്ക് ഈ ജൂനിയേഴ്സിനോട് ഇവരിപ്പോഴല്ലേ വരുന്നത്, അപ്പോൾ അധികം അറിയില്ലല്ലോ. ഫീസ് അങ്ങനെയുള്ള സമയത്ത് നല്ലൊരു ഇതായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിട്ട്. കാരണം ഒരു സീനിയറിൻ്റെ ഒരു ഇതിലോ അല്ലെങ്കിൽ ജൂനിയറിൻ്റെ ഒരു ഇതിലോ അങ്ങനെ നല്ല കമ്പനി എടുത്ത് പറയാൻ പറ്റും. അതോ നല്ല സപ്പോർട്ടിന് ആ സമയത്ത് കുറച്ചുകൂടെ അസോസിയേഷൻ സെക്രട്ടറി ആണ് ഭയങ്കര കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. വിളിച്ചാലും വരും, എന്തൊക്കെ സഹായം വേണമെങ്കിലും ചെയ്തു വരും. അപ്പൊ അങ്ങനെ ഏറ്റവും അവസരം ഞങ്ങൾക്ക് അവർ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ഫോട്ടോസും വീഡിയോ ഒക്കെ ആയിട്ട് എടുത്ത് തന്നപ്പം മൊത്തത്തിൽ കളറായിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, ഇപ്പം നമ്മുടെ ഫെയർവെൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളിതാ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്കാന്ന്. അപ്പം ഗോപി, അമീഷ, ഫെയർവെലിന്റെ അഭിപ്രായം പറ. എന്നാ നമ്മൾ ജൂനിയേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം പറ. നല്ല പിള്ളേരാ. അതെ, 2 കൂടി ബാക്കിലുണ്ട്. എന്താ വരുന്നുണ്ട്. എന്തല്ലേ നമ്മളെ ഫെയർവെലിന്റെ കണ്ടോ ഗൈസ്?
2022 തൊട്ടിട്ട് കൂടെ ഉള്ളതാ. ബസ് കണ്ട് പരിചയപ്പെടുത്താം. മഞ്ഞ ചുരിദറിട്ട് കമ്പിയും പിടിച്ചിങ്ങനെ നിന്നിന്. ചുരിദാർ ടോപ്പാണ്, ഒരു ബ്ലാക്ക് ജീനും മഞ്ഞ. ഓക്കെ, ഉത്തൂനെ പണ്ടേ അറിയാവുന്ന. അപ്പം എന്നോട് ബാഗ് എടുക്കാൻ മറന്നുപോയി. അപ്പം എന്റെ കുട്ടിക്ക് അങ്ങ് പോക്കന്നെയാ. അപ്പൊ എനിക്ക് ഇവര് ബാഗ് കൊണ്ടെത്തുന്നു. മുട്ട അവിടെ തന്നല്ലേ ബാഗ് അവിടെ തന്നു. അപ്പൊ നമ്മള് വീട്ടിൽ പോവാന്ന്. എല്ലാരും ടാറ്റ ബൈ ബൈ. അപ്പോൾ ബിഹൈൻഡ് ദ സീൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ഡിയർ ജൂനിയേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ എല്ലാ വീഡിയോസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം അതുവരേക്കും ബൈ ബൈ.